കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആചാരങ്ങൾ തകർക്കാൻ, ആ വിശ്വാസത്തെ തകർക്കാൻ അവകാശവാദവുമായി ആര് വന്നാലും വരുന്ന ആളുകളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള സംഘടിത ശക്തിയും കൈക്കരുത്തും ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനുണ്ട്. വരുന്നവർ നല്ലവണ്ണം ആലോചിച്ചിട്ട് വന്നാൽ മതി എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഹിന്ദു തന്നെ ഈ മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഒക്കെ ഇരയായി ഹിന്ദു തന്നെ മാറണം. ഏതെങ്കിലും മുസ്ലിം ആരാധനാലയത്തിൽ ഹിന്ദുവിന് ഇവിടെ ഇതുപോലെ എന്തെങ്കിലും അവകാശമുണ്ട്? കേറാൻ പോലും പറ്റില്ലല്ലോ. ഈ ഒരു സംസ്കാരത്തെ ആരൊക്കെയോ പേടിക്കുന്നത് കൊണ്ടാണോ? സനാതനധർമ്മം വൈറസാണ്, സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ കൂട്ടരിപ്പ് ഇവിടെയുണ്ട്. ഹിന്ദു ഐക്യത്തിന്റെയും അതുപോലെ തന്നെ ഒരുമയുടെയും ഒരു കേന്ദ്രമാണ് കൊട്ടിയൂർ. ശബരിമലയിൽ ഇപ്പോൾ സന്നിധാനത്ത് വരെ ബാബർ നടയിപ്പ് വന്നിരിക്കും. ഇപ്പൊ അതൊരു വഖഫാണെന്ന് പറയും. മതസൗഹാർദ്ദത്തിന്റെയും അതുപോലെ തന്നെ സൗമനസ്യത്തിന്റെ ഒക്കെ പേരിൽ ഹിന്ദു ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു അവകാശവാദമാവുകയും. ഇത്തരത്തിൽ വലിയൊരു ഐക്യമാണ് സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതിനെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുമാരനാശാൻ പറയുന്ന പോലെ ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരവും നാളത്തെ ശാസ്ത്രവുമാകും. ഇത് യാദൃച്ഛികമായൊരു സംഭവമല്ല എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത്രയും കാലം ഉണ്ടായിട്ടില്ല, ആരും ചോദിച്ചു വന്നിട്ടില്ല. വരുന്ന വരവ് വളരെ ലളിതമായിട്ടാണെങ്കിലും ഉദ്ദേശം വളരെ തീക്ഷ്ണമാണ്. പള്ളിയുടെ സ്വത്തും ആരും അളക്കാൻ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവിടേക്ക് വരുന്ന പൈസ എവിടേക്ക് പോകുന്നു എന്ന് ആരും ചിന്തിച്ച് കണ്ടിട്ടില്ല. അവരുടെ ഏതെങ്കിലും ഒരു വിഭാഗമോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഒരു തീരുമാനം എടുത്താൽ അവരുടെ സമൂഹം മുഴുവൻ അവരുടെ പുറകിൽ നിൽക്കുകയാണ്. കേരളത്തിന്റെ ഒരു സനാതനധർമ്മ ബോധം ഉണരുകയാണ് എന്ന് തോന്നുന്നുണ്ട്. ഹിന്ദുക്കൾ ഒരു കല്ലവിടെ ഇട്ടാൽ എന്താ, ഒരു മതസൗഹാർദ്ദം നടന്നാൽ എന്താ, നല്ലതല്ലേ? അപ്പൊ ആരാ കുറ്റക്കാരാവുന്നത്? ഹിന്ദുക്കളാ കുറ്റക്കാരാവുന്നത്. പ്രകൃതിയുടെ താളവട്ടങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ഒരു മഴക്കാല ഉത്സവമാണ് വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത്. ഈ ഏകാത്മതയുടെ ഭാവമുണർത്തുന്ന ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ ഭക്തജന സമൂഹമെല്ലാം ഒരുമിച്ച് താമസിച്ച് ഒരു സ്ഥലത്ത് താമസിച്ച് ഇങ്ങനെ ഒരു ഉത്സവം നടത്തും മറ്റെവിടെയില്ല. മാഷെ നമസ്തേ. നമസ്കാരം. ഈ കൊട്ടിയൂർ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്ന ഈ ബാവലിക്കെട്ട് വിവാദം, മാഷ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ബാവലിക്കെട്ട് വിവാദം എന്ന് പറയുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തെയും ഒരു വിവാദത്തിൽ പെടുത്താനുള്ള വളരെ ആസൂത്രിതമായൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തന്നെ സംശയിക്കണം. കൊട്ടിയൂർ എന്ന് പറയുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന, കേരളത്തിലെമ്പാടും എന്നുള്ള മലയാളികൾ എമ്പാടും ഏത് പ്രദേശത്തു നിന്നും തീർത്ഥയാത്രയ്ക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവിടെ വൈശാഖ മഹോത്സവമാണ്. അവിടെ ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും എന്ന് പറഞ്ഞ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത്. ഇക്കരെ കൊട്ടിയൂരിലാണ് നിത്യപൂജയുള്ളത്, അക്കരെ കൊട്ടിയൂരിലാണ് വൈശാഖ മഹോത്സവം നടത്തുന്നത്. നക്ഷത്രത്തിൻ്റെ കണക്കിലാണ് ഇവിടെ 27 ദിവസം എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിലും ഇന്ന ചടങ്ങുകളാണെന്ന് കൃത്യമായി നിശ്ചയിച്ച, പൂർവികമായി നിശ്ചയിച്ചതനുസരിച്ച് കടുകിട വ്യത്യാസം വരാതെ ചടങ്ങുകൾ നടക്കുന്ന, ആചാരങ്ങൾ പാലിക്കുന്ന, കൃത്യമായി കാര്യങ്ങളൊക്കെ പട്ടോല മുതലായ ചരിത്ര രേഖകളിലൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു സവിശേഷമായ ഒരു ക്ഷേത്രമാണ്, ക്ഷേത്രോത്സവമാണ് കൊട്ടിയൂരിലുള്ളത്. കേരളത്തിലെ മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെ ആര് എന്ത് എപ്പോൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പൂർവികമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് പൂർവ്വ നിശ്ചിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിവാദമാകേണ്ട കാര്യമില്ല. അതിൽ വിവാദമാക്കുന്നതാണ്. അപ്പോൾ അവിടെ ആദ്യം നടക്കുന്ന ഒരു പ്രക്കുളം എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. ആ ചടങ്ങോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. അത് ഇക്കരെ കൊട്ടിയൂരിലാണ് നടക്കുന്നത്. അവിടെ ആയില കർവ് എന്ന് പറഞ്ഞൊരു കാവുണ്ട്. ആ കാവിലാണ് അത് നടക്കുന്നത്. പിന്നീട് നീരെടുന്നള്ളത്ത് എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. ആ ചടങ്ങോടുകൂടിയാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് ആദ്യമായി പ്രവേശനം നടത്തുന്നത്, ഉത്സവത്തിൻ്റെ ഭാഗമായി പ്രവേശിക്കുന്നത്. പിന്നെ നെയ്യാട്ടം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അങ്ങനെയാണ് ഉത്സവങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഈ നീരെടുന്നള്ളത്ത് എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസം രാവിലെയോടുകൂടി ഒരു മാഹിൻ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു മുസ്ലിം കുടുംബം, ആ കുടുംബത്തിൻ്റെ പേരിൽ ഒരു 5-6 ആളുകൾ, അവരുടെ ബന്ധുക്കളെന്നും അവരുടെ സുഹൃത്തുക്കളെന്നും പറഞ്ഞ 5-6 ആളുകൾ വന്ന്, ബാവലി എന്ന് പറയുന്നത് ആ ബാവലിയുടെ കരയിലാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമുള്ളത്, ഇക്കരെ കൊട്ടിയൂർ അതെ. അപ്പോൾ അവിടെ ആ ബാവലിയിൽ ഒരു തടയണ കെട്ടിയിട്ട് ആ തടയണയിലൂടെയാണ് ആളുകൾ മുമ്പ് അക്കരെ കൊട്ടിയൂരിലേക്ക് കടന്നു പോയിരുന്നത്. നേരത്തെ പാലങ്ങളൊന്നുമില്ല. ഇപ്പോൾ
നടപ്പാലങ്ങളുണ്ട്. ഒരു 3-4 നടപ്പാലങ്ങൾ ഇപ്പോൾ സ്ഥിരമായി ആളുകൾക്ക് നടന്നു പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. നേരത്തെ അത് തടയണ കെട്ടിയാണ്. ആ തടയണ 2 കാര്യങ്ങളാണ് കിട്ടുന്നത്. ആ തടയണ കെട്ടിയിട്ട് അതിലുള്ള വെള്ളമാണ് ഈ മണിത്തറക്ക് ചുറ്റുമുള്ള തിരുവഞ്ചിറ എന്ന് പറയുന്ന ആ ഒരു സ്ഥിരമായി ഈ മണിത്തറക്ക് ചുറ്റുമുള്ള തിരുവഞ്ചിറയിലേക്കുള്ള വെള്ളം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ മറ്റൊന്ന്, ആളുകൾക്ക് പുഴയിൽ വെള്ളം, മഴക്കാലത്ത് വെള്ളം കയറുന്ന സമയത്ത് നടന്നു പോകാൻ വേണ്ടിയിട്ട് അന്ന് ഈ ബാവലിക്കെട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആ ബാവലിക്കെട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗം തന്നെയാണ് ബാവലിക്കെട്ട് എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നിശ്ചയിച്ചിട്ടുണ്ട് ആരാണ് ചെയ്യേണ്ടത്. 1902 രചിച്ച് 1912 പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു കൃതിയുണ്ട്. ഈ ദക്ഷിണകാശി മാഹാത്മ്യം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. മാനന്തേരി ചന്തു നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു പ്രമുഖനായ ഒരു എഴുത്തുകാരനാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2012 എന്ന് പറയുന്ന സമയത്ത് എന്തായാലും ഒരു നൂറ്റാണ്ട് പിന്നിട്ടല്ലോ. അപ്പോൾ 100-112 കൊല്ലത്തിന് മുമ്പ്, 13 കൊല്ലത്തിന് മുമ്പാണ് രചിച്ചിരിക്കുന്നത്, ഒരു നൂറ്റാണ്ട് മുമ്പ്. ആ പുസ്തകത്തിൽ അതിൽ കൊട്ടിയൂരിലെ ആചാരങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ചടങ്ങുകളെ സംബന്ധിച്ചിട്ട് വിശദമായി പദ്യരൂപത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൽ ബാവലിക്കെട്ട് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. ആ ബാവലിക്കെട്ട് എന്ന അധ്യായത്തിൽ കൃത്യമായി അത് ആരാണ് ചെയ്യുന്നത് എന്നതിൽ പറഞ്ഞു. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വാര്യർമാരും നമ്പീശന്മാരുമാണ് ഈ ബാവലിക്കെട്ടിനുള്ള അവകാശമൊന്നും. അവരെ അവിടുത്തെ ഓരോ ചടങ്ങുകളും നടത്തുന്ന ആളുകൾക്കൊരു സാങ്കേതിക നാമമാണ്. അപ്പോൾ ഇതിൽ ഇവർക്കുള്ള സാങ്കേതിക നാമം എന്ന് പറയുന്നത് മനുഷ്യങ്ങൾ എന്നാണ്. മനുഷ്യങ്ങൾ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ മനുഷ്യങ്ങളായിട്ട് വിവരിച്ചിരിക്കുന്നത്, ഈ ചടങ്ങ് നിർവഹിക്കുന്ന ആളുകളായിട്ട് പറഞ്ഞിരിക്കുന്നത്, അത് ഒരു സമുദായം പറഞ്ഞാൽ അത് ഹിന്ദു സമുദായത്തിലുള്ള നമ്പീശന്മാരും വാര്യന്മാരുമാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വിശദമായിട്ട് അതിൽ വിവരിച്ചിട്ടുണ്ട്. അതായത് അന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം ഈ കൃതി എഴുതുന്ന സമയത്ത് പോലും അങ്ങനെയാണ് നടന്നു വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഉള്ള പ്രായമുള്ള ആളുകൾ കഴിഞ്ഞ ഇതൊരു വിവാദമായ സമയത്ത് ഇപ്പോഴത്തെ കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്ത് അവരുടെ 4 തറവാട്ടുകാരാണ് ഇതിലെ പ്രധാനപ്പെട്ട ഉത്സവം നടത്തുന്ന ആളുകൾ, അവകാശികൾ. അവർ കേട്ടറിവ് പോലും ഇങ്ങനൊരു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നു ഇക്കാര്യങ്ങൾ ചെയ്തു എന്നില്ല. അവിടുത്തെ എല്ലാ ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ആ ക്ഷേത്രത്തിൽ ഈ ഉത്സവ കാര്യക്രമങ്ങൾ നടത്താനുള്ള ചുമതലയുണ്ട്, അവകാശമുണ്ട്. ഓരോ സമുദായത്തിനും അതുണ്ട്. അപ്പോൾ അതിലേത് ഹിന്ദു സമൂഹത്തിലെ അവാന്തര വിഭാഗങ്ങളിൽ എല്ലാവരും ചേർന്നാണ് ആ ഉത്സവം നടത്തുന്നത് എന്നുള്ള ഒരു വളരെ ഭാവാത്മകമായ ഭവ്യമായ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ആ ഉത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് മറ്റേതെങ്കിലും മതസ്ഥരുടെ കാര്യം അവിടെ വരുന്നില്ല, പറയുന്നില്ല. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വരുന്നത്. പിന്നീട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ ആരാധന ആരംഭിച്ചതെന്നും പറയുന്നുണ്ട്. അന്ന് തൃശ്ശിലാചലം എന്നൊക്കെയാണ്, തൃച്ചെറുമന്ന് എന്ന് പിന്നീട് വന്നു, അങ്ങനെയൊക്കെയാണ് പേര്. കൊട്ടിയൂർ എന്ന് പറയുന്നത് ഈ അധികം കാലമായിട്ടില്ല ആ പേര് വന്നിട്ട്, അത് പ്രചാരത്തിൽ വന്നിട്ട്. പിന്നെ അതിന് വ്യാഖ്യാനം എന്നുള്ള നിലക്ക് അത് കൂടിയൂര് ആണ്, ത്രിമൂർത്തികൾ കൂടിച്ചേർന്ന സ്ഥലമാണ്, അങ്ങനെയുള്ള ഊരാണ് കൂടിയൂരായി പിന്നീട് കൊട്ടിയൂരായി മാറിയതാന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്, വിശദീകരണങ്ങളുണ്ട്. പക്ഷെ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആയിരക്കണക്കിന് വർഷമായി ഈ കൊട്ടിയൂരിൽ, അക്കരെ കൊട്ടിയൂരിൽ ആരാധന നടക്കുന്നുണ്ട്, ഉത്സവം നടക്കുന്നുണ്ട്. അത് പ്രകൃതിയുമായി ചേർന്ന് പ്രകൃതിയുടെ താളവട്ടങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ഒരു മഴക്കാല ഉത്സവമാണ് വൈശാഖ മഹോത്സവം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോഴും ആ പ്രദേശത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇല്ല, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ കുടിയേറ്റത്തെ തുടർന്ന് അവിടെ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു 1800 അവസാനം ഒരു മലബാർ സർവേ എന്ന് പറഞ്ഞൊരു സർവേ നടക്കുകയുണ്ടായി. ആ സർവേയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊരു പുസ്തകം, മലബാർ സർവേ വിശേഷം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഇംഗ്ലീഷുകാരാണ് സർവേ നടത്തിയത്. ആ പുസ്തകത്തിൽ
ആ കൊട്ടിയൂർ പ്രദേശത്ത് ഇപ്പോഴുള്ള പ്രദേശത്ത് മനുഷ്യവാസം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് കൃത്യമായിട്ട്. ആ പ്രദേശത്തൊന്നും മനുഷ്യവാസമില്ല. ഈ മണത്തണ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊക്കെ മനുഷ്യവാസമില്ല, കൊടും കാടാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു 100-150 കൊല്ലം മുമ്പാണത്. അതിൻ്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കൊട്ടിയൂരിലുള്ള അവിടുത്തെ ഭണ്ണാരം എന്ന് പറയുന്നത് അത് സൂക്ഷിക്കുന്നത് മണത്തണയിലാണ്. കരിമ്പന എന്ന് പറയുന്നത് അവിടുത്തെ ഗോപുരം അവിടെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മനുഷ്യവാസവും സുരക്ഷിതത്വമുള്ള സ്ഥലം, ആ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞാൽ സൂക്ഷിക്കാവുന്ന സ്ഥലം മണത്തണയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അവിടെയൊന്നും അതിനുള്ള കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനങ്ങളൊന്നില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ ഈ ചരിത്രരേഖകളും, അതായത് ഈ മലബാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവേ നടത്തിയ ഇംഗ്ലീഷുകാരുടെ സംഘത്തിൻ്റെ വിവരണത്തിലും ആ സമയത്ത് അവിടെ മനുഷ്യവാസമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ബാക്കിയുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ അന്നത്തെ പ്രാട്ട സ്വരൂപം എന്നാണ് പറയുക. ആ സ്വരൂപത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അവർ വ്യത്യസ്ത ചടങ്ങുകൾ നടത്തുന്നുണ്ട്. അത് ഓരോ സമുദായത്തിലെ ഓരോ കുടുംബക്കാർ, ആ കുടുംബക്കാരെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നെയ്യാട്ടം നടത്തേണ്ട ഇന്ന കുടുംബമാണ്, തമ്മേങ്ങാടൻ നമ്പ്യാർ, ഇല്ലിപ്പാലം കുറുപ്പ്, അങ്ങനെ ആ ഒരു കുടുംബക്കാരാണ്. അങ്ങനെ ഇരുവട്ടിത്തണ്ടയാനാണ് ഇളനീരാട്ടം നടത്തുന്നത്. അങ്ങനെ ഓരോന്നിനെ സംബന്ധിച്ചിട്ട് ഓരോ കൃത്യമായ രേഖകളുണ്ട്. അതിൽ കൃത്യമായ രേഖകളുണ്ട്, ആധികാരികമായ രേഖകൾ തന്നെയുണ്ട്. അവരെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ട് വിവരണമുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ മനുഷ്യങ്ങൾ മുസ്ലിങ്ങളായി മാറിയിട്ടുണ്ടാവുക? അല്ല, അവരിപ്പോ സാധാരണതയിൽ പറഞ്ഞ കഥയിൽ ചോദ്യമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു കഥയായതുകൊണ്ട് ഇതിൽ ചോദ്യം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും അവര് ഇപ്പോൾ വന്ന ആളുകൾ പെട്ടെന്ന് ഒരു ഉൾവിളി പോലെ അവർ വരികയാണ്. അവരും തന്നെ പറയുന്നുണ്ട്, ഒരു 150 കൊല്ലം മുമ്പ് ഞങ്ങൾ പൂർവ്വന്മാർ ഇത് ചെയ്തു ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. പിന്നെ 2 തരത്തിൽ അവർ പറയുന്നുണ്ട്. ഒന്ന്, അവർ പറയുന്നത് അങ്ങനെ ചെയ്തിരുന്ന ആളുകൾ അവർ മതം മാറിയിട്ട് മുസ്ലിം ആയതാന്ന് പറയുന്നു. അങ്ങനെയാണ് അവരുടെ ഒരു അവകാശവാദം. ഭാഗ്യത്തിന് അന്ന് പിന്നെ പൂജ ചെയ്തിരുന്ന നമ്പൂതിരിയാണ് മതം മാറിയിട്ട് പിന്നെ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ വന്നിട്ട് പൂജ ചെയ്തേനെ. ഏതായാലും അതല്ലാത്തത് ഈ ബാവലിക്കെട്ടൊക്കെ ആയത് വളരെ ഭാഗ്യം, ഹിന്ദുക്കളുടെ ഭാഗ്യം എന്ന് പറയണം. അല്ലെങ്കിൽ വന്നിട്ട് അവർ അന്ന് നീരെഴുന്നള്ളത്തിൻ്റെ അന്ന് ഈ പടിഞ്ഞിട്ടാമ്പൂരിയും അതുപോലെ തന്നെ കുറിച്ച സമുദായത്തിൽപ്പെട്ട ആളുകളും അവരൊക്കെയാണ് ആദ്യം നീരെഴുന്നള്ളത്ത് അവിടെ അഭിഷേകം നടത്തുന്നത്. ഇവർ ചെല്ലുന്നതിന് മുമ്പ് ഇവർ പോയിട്ട് നീരെഴുന്നള്ളത്ത് അവർ നടത്തിയാണ്. അങ്ങനെ ഏതായാലും സംഭവിച്ചില്ല. അതായത് ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അതായത് ആരുടെ അനുവാദമില്ലാതെ ഇത്രയും ദൈവികമായൊരു ചടങ്ങ് വളരെ ധാർഷ്ട്യത്തോടുകൂടി ഞങ്ങളുടെ പൂർവികന്മാർ പണ്ട് ചെയ്തതാണ് എന്ന ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസത്തെയും അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തെയും അതുപോലെ തന്നെ ഈ ക്ഷേത്ര സങ്കല്പത്തെയും ഇവിടെ ഇപ്പുറത്തെ ഒരു ഭരണ സംവിധാനത്തെയും എല്ലാം വെല്ലുവിളിക്കലാണ്. ആ നിലയിലുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യാദൃച്ഛികമായൊരു സംഭവമല്ല എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് വളരെ ആസൂത്രിതമാണ്. എന്തുകൊണ്ട് പക്ഷെ 2026 ഇങ്ങനെ സംഭവിച്ചു? ഇത്രയും കാലം ഉണ്ടായിട്ടില്ല, ആരും ചോദിച്ചു വന്നിട്ടില്ല, ഇത്തരം വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിവാദമോ അല്ലെങ്കിൽ ഒരു അവകാശവാദമോ ഉണ്ടായിട്ടില്ല. പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന്, ഈ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊട്ടിയൂർ ഇപ്പോൾ വളരെ പ്രസിദ്ധമായി തീർന്നിരിക്കുന്നു, ഒരു വിശ്വവിശ്രുതമായി എന്ന് തന്നെ പറയണം. രണ്ടാമത്തേത്, ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകൾ അവരുടെ പൂർവികമായ കുടുംബമൊക്കെ കൂത്തുപറമ്പിനടുത്താണ് എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് അവരുടെ പൂർവികന്മാരുണ്ടായിരുന്നത് എന്നൊക്കെയാണ് അവർ. കോട്ടയം പോയിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പക്ഷെ അവരിപ്പോൾ പറയുന്നത് അവർ കർണാടകയിലാണ് താമസിക്കുന്നതെന്ന്. കർണാടകയിൽ ആയിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് കർണാടകയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കഴിഞ്ഞ വർഷമാണ് അവർ കൂടുതലായിട്ട് വരാൻ തുടങ്ങുന്നത്. അതിൽ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, അവിടെയുള്ള ഒരു പ്രമുഖ നടൻ അവർ ഈ കൊട്ടിയൂർ ഉത്സവത്തിന് വരികയും അതൊരു റീലൊക്കെ ആയിട്ട് വിടുകയും ഇപ്പം അങ്ങനെയാണല്ലോ ഈ ആളുകൾ, സോഷ്യൽ മീഡിയ ആണല്ലോ. ആ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായ വീഡിയോകളുണ്ട്. പിന്നെ ആളുകൾ വരാൻ തുടങ്ങി, അവർ വീഡിയോ ഇട്ട് അങ്ങനെ. ഇത് പിന്നെ അവർ പൊതുവെ നല്ല ഭക്തന്മാരാണ്, കർണാടകക്കാർ വളരെ ഭക്തന്മാരാണ്. പിന്നെ ഇത് ഇവിടെ വരുന്ന സമയത്ത് സ്വാഭാവികമായും വേറെ എവിടെയും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ചിട്ടകളും ആചാരങ്ങളും ഒക്കെ ബാവലിയിൽ മുങ്ങി മഴ നനഞ്ഞ്, അതുപോലെ തന്നെ ഇവിടുത്തെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമാണ്. പ്രകൃതിയിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവ ചിട്ടകളാണ് അവിടെ ഉള്ളത്.
ആ മണിത്തറ എന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെയുള്ള ശ്രീകോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ അതൊരു ചെറിയൊരു ഒരു ഓല കൊണ്ട് കെട്ടിയ ഒന്നാണ്. അതൊക്കെ ഒരു വലിയ ഒരു പൗരാണികമായ അതിൻ്റെ ഒരു ഗൃഹാതുരതയും പ്രകൃതിയോട് അലിഞ്ഞുള്ള ഉത്സവ കാഴ്ചകളും എല്ലാം ആരെയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വന്ന ആളുകളൊക്കെ അത് പ്രചരിപ്പിച്ചിട്ടുണ്ടാകും. ഏതായാലും കഴിഞ്ഞ വർഷത്തിൽ നിന്നും എത്രയോ ഇരട്ടി ഭക്തജനങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ കർണാടകയിൽ ഇപ്പോൾ കൊട്ടിയൂർ എന്ന് പറയുന്ന കൊട്ടിയൂർ ഉത്സവം എന്ന് പറയുന്ന ഒരു തരംഗമാണ്. അപ്പോൾ ഈ വന്ന ആളൊക്കെ കർണാടകയിൽ ഒരു വലിയ സ്ഥാനത്തുള്ള ആളാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തോ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ ആളാണ് ഞാനെന്ന് മേനി പറയാനോ അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കാനോ ആണോ ഈ വന്നത് എന്ന് ഒരു സംശയമുണ്ട്. അങ്ങനെ ആളുകളൊരു സംശയം പറയുന്നുണ്ട്. ഒന്നത്. രണ്ട്, പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം വിവാദത്തിലാക്കുക, അവിടെ അവകാശവാദം ഉന്നയിക്കുക, അതിലെന്തെങ്കിലും പിന്നെ തങ്ങൾക്കും കൂടി അവകാശമുണ്ടെന്ന് പറയുക. അതിപ്പോൾ ഒരു ചിലരുടെ ഒരു വളരെ ആസൂത്രിതമായ നീക്കമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊട്ടിയൂരിനെയും തങ്ങളുടെ ഒരു വിവാദ കേന്ദ്രമാക്കി ഒരു സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം തങ്ങൾക്ക് അത് ഞങ്ങളുടെ ഭൂമിയാണ്. ഇപ്പോൾ അതിന് പുറകെ അവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഈ ഭൂമി മുഴുവനും പണ്ട് ഞങ്ങളുടെ പൂർവികന്മാരുടേതായിരുന്നു, ഞങ്ങൾക്കിവിടെ 10,000 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു, ഞങ്ങളുടെ പൂർവികന്മാർക്ക് ചാർത്ത് കിട്ടിയതാണ്, അത് എന്നിട്ട് പിന്നീട് കേസുകളൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഞങ്ങളുടെ ഭൂമി തന്നെയാണ് എന്നൊക്കെ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിച്ചാണല്ലോ ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ അതൊരു വഖഫാണെന്ന് പറയും. അതിനുള്ള രേഖകളൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട് എന്നൊരു ചാനൽ ചർച്ചയിൽ അതിലൊരാൾ പറയുന്നോട്ട് ഞങ്ങളുടെ അടുത്ത് അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെ നിഷ്കളങ്കമായ ഒരു നീക്കമൊന്നുമല്ല. കൊട്ടിയൂരിൻ്റെ ആ ഒരു പൗരാണികതയും അതിൻ്റെ പ്രാചീനതയും ഇതിൻ്റെ ഐതിഹ്യവും അതിൻ്റെ ചരിത്ര പ്രാധാന്യവും എല്ലാം വിസ്മരിച്ചുകൊണ്ട് അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ധാർഷ്ട്യത്തോടു കൂടി വരികയാണ്. അങ്ങനെ ഇപ്പോൾ വരുന്ന വരവ് വളരെ ലളിതമായിട്ടാണെങ്കിലും ഉദ്ദേശം വളരെ തീക്ഷ്ണമാണ്, വളരെ ദുരുദ്ദേശപരമാണ്. അത് ഹിന്ദു സമൂഹവും ദേവസ്വവും സർക്കാരും എല്ലാം വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഇപ്പം നമുക്കറിയാം ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കെതിരെയും എല്ലാം വലിയൊരു സംഘടിത ആക്രമണം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ ശബരിമല മുതൽ നമുക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ച് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംസ്കാരത്തെ ആരൊക്കെയോ പേടിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഭയമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ആ ഒരു ഭയത്തിൻ്റെ പുറത്ത് അതൊരു വിഘടനം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണോ അവരിതിനെ കാണുന്നുണ്ടാവുക? അല്ല, മറ്റ് ആരാധനാലയങ്ങളെ സംബന്ധിച്ചൊന്നും അവർക്കൊന്നും പ്രശ്നമില്ല. ഹിന്ദു ആരാധനാലയങ്ങൾ അതിനെ ഒരു വിവാദ കേന്ദ്രമാക്കണം, എപ്പോഴും ഒരു പ്രശ്നബാധിത കേന്ദ്രമാക്കണം എന്ന വളരെ ആസൂത്രിതമായൊരു ശ്രമമുണ്ട്. ഇപ്പോൾ ശബരിമല തന്നെ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ വരെ ശബരിമല കൊള്ള എന്ന് പറയുന്ന വലിയൊരു ചർച്ചയാണ്. CPMൻ്റെ നേതാവായിരുന്ന ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ആളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൽ കുറ്റവാളിയാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. ശബരിമല ഉത്സവം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വിവാദം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞ ഒരു 4-5 കൊല്ലം മുമ്പൊക്കെ എപ്പോഴും മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുന്നാണ് പറയുക. അപ്പോൾ അത് തമിഴ്നാട്ടിലൊക്കെ വളരെ വ്യാപകമായ പ്രചരണം നടത്തും. അപ്പോൾ തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും തമ്മിലൊരു സംഘർഷം ഉണ്ടാക്കണം. കൂടുതൽ ഭക്തന്മാർ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ മലയാളിയും തമിഴനും തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള നിലയിൽ വളരെ ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവം ആരംഭിക്കാൻ നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഉയർന്നു വരും. മുല്ലപ്പെരിയാർ ഇപ്പോഴും മുല്ലപ്പെരിയാറിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വിവാദമൊക്കെ കുറേ കെട്ടടങ്ങിയിട്ടുള്ളത്. അന്നത്തെ ഒരു മന്ത്രി വരെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും അതിൻ്റെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ പലപ്പോഴും ഉയർന്നു വരാറുള്ളത് ശബരിമലയിലെ ഉത്സവം ആരംഭിക്കുന്ന സമയത്താണ് എന്നുള്ളത് ഇതിൻ്റെ എല്ലാം പുറകിലുള്ള ഒരു ദുരുപദിഷ്ടമായ നീക്കം അതിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഉത്സവത്തിൻ്റെ ഒക്കെ സമയത്ത് അവിടെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും അവരെല്ലാവരും ചേർന്ന് നടത്തിയ സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയ വിവാദമായിരുന്നു. ഗുരുവായൂരും പലപ്പോഴും അഴിമതിയുടെയും അതുപോലെ തന്നെ ഒരു കൊള്ളയുടെയും ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്, പലപ്പോഴും വിവാദമായി മാറുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സർക്കാർ അനർഹമായി കൈയടക്കി വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും അതിൻ്റെ ഭക്തിയേക്കാൾ ഉപരി ആധ്യാത്മികതയേക്കാൾ ഉപരി അവിടെ ഒന്ന് യാഗാഗ്നിയുടെ ഒരു വിശുദ്ധമായ ഒരു ധൂപമല്ല,
ധൂമങ്ങളല്ല അവിടെ നിന്ന് ഉയർന്നു വരുന്നത്, വിവാദത്തിൻ്റെ കരിമ്പുകയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഇതുപോലെ സ്ഥാനത്തും അസ്ഥാനത്തും ഇതുപോലെ കടന്നു കയറിയിട്ട് അവകാശവാദം സ്ഥാപിക്കുക. ഇപ്പോൾ ശബരിമലയിൽ ബാവർ എന്ന് പറഞ്ഞിട്ട് ആദ്യ എരുമേലിയിലായിരുന്നു, ബാബുരനാണ് എന്നുള്ളവർക്കും അറിയാം. അത് പിന്നീട് ഒരു നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ ആളുകൾ ഇപ്പോൾ പറയുന്നില്ല, ചില ആളുകൾ ഇപ്പോൾ ഇതിനെയും പിന്തുണച്ചുകൊണ്ട് ചില ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ബാബുരൻ പിന്നീട് ബാവറായി, എരുമേലിയിലായിരുന്നു. ശബരിമലയിൽ ഇപ്പോൾ സന്നിധാനത്ത് വരെ ബാവർ നട ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബാവർ നട വന്നിരിക്കുകയാണ്. അവിടെ ക്ഷേത്രത്തിൻ്റെ 18-ാം പടിയുടെ കുറച്ചിപ്പുറമായിട്ട് ബാവർ നട വന്നിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ കാണാൻ ഒരു പച്ചവണ്ടൊക്കെ പോസിച്ച് അവിടെ ഒരു മുസ്ലിയാർ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു വലിയ ഭണ്ണാര അവിടെ വെച്ചിട്ടുണ്ട്, അയ്യപ്പന്മാർ അവിടെ വന്നിട്ട് ഭണ്ണാരത്ത് പൈസ ഇടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് സന്നിധാനത്ത് വരെ, നേരത്തെ എരുമേലിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ സന്നിധാനത്ത് വരെ കയറി വന്നിട്ട് അവകാശവാദം ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലൊരു സ്ഥാനം മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ സൗമനസ്യത്തിൻ്റെ ഒക്കെ പേരിൽ ഹിന്ദു ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു അവകാശവാദമാവുകയും പിന്നീട് എന്താണ് അറബി പുറത്തും ഒട്ടകമകത്തും എന്ന് പറഞ്ഞ സ്ഥിതി വരികയും ഹിന്ദുക്കൾ അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരികയും ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വകഭൂമിയായി മാറും എന്നുള്ളതാണ്. പലയിടത്തും അതുപോലെയുണ്ട്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ഒരു 4-5 വർഷമായിട്ട് കാണുന്ന ഒരു ചടങ്ങ്, ചില ആളുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരൊരു കുടയുമായിട്ട് അവർ വരും. ആ കുട അവിടെ ദേവസ്വത്തിൽ അവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു 5 വർഷമായി. ഇനിയിപ്പോൾ അതൊരു ആചാരമാവും, പിന്നെ അതൊരു അവകാശമാവും. പിന്നെ കുറേ കഴിയുമ്പോൾ പറയും, ഇത് ഈ കുട വന്നാലേ ഇവിടെ കുട ഉയർത്താൻ പാടുള്ളൂ എന്ന് പറയും. ഞങ്ങളാണ് കുട കൊടുക്കുന്ന പറയും. ഇതൊക്കെ ഒരു ചില ആളുകൾ ഒരു ഗിമ്മിക്ക് പോലെ, അല്ലെങ്കിൽ അവരുടെ കപട മതേതരത്വത്തിൻ്റെ പേരിൽ ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആരംഭിക്കുന്ന ചില വൈകൃതങ്ങൾ പിന്നീട് ആചാരമെന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. കുമാരനാശാൻ പറയുന്ന പോലെ ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരവും നാളത്തെ ശാസ്ത്രവുമാകും എന്ന് കുമാരനാശാൻ പറയുന്നുണ്ട്. അബദ്ധങ്ങൾ ചെയ്യുകയാണ്, എന്നിട്ട് ആചാരമെന്ന് പറയുകയാണ്, എന്നിട്ട് ഹിന്ദുവിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ഏകപക്ഷീയമാണ്. തിരിച്ചെവിടെയെങ്കിലും കാണാൻ പറ്റും? ഏതെങ്കിലും മുസ്ലിം ആരാധനാലയത്തിൽ ഹിന്ദുവിന് ഇവിടെ ഇതുപോലെ എന്തെങ്കിലും അവകാശമുണ്ടോ? എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ? തിരിച്ചുണ്ടോ? കയറാൻ പോലും പറ്റില്ലല്ലോ. അങ്ങനെ പറ്റില്ലല്ലോ. ഇത് ഹിന്ദു തന്നെ ഈ മതേതരത്വത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ ഇരയായി, അല്ലെങ്കിൽ അതിനൊക്കെ നിന്നു കൊടുക്കേണ്ട ആളുകളായി ഹിന്ദു തന്നെ മാറണം, ഹിന്ദു ക്ഷേത്രങ്ങൾ തന്നെ മാറണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കൊട്ടിയൂർ. നമ്മളെപ്പോഴും പറയും മെജോറിറ്റി എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹമാണ്. എപ്പോഴും ന്യൂനപക്ഷമായിട്ടാണ് ഇസ്ലാം സമൂഹത്തെ ആണെങ്കിലും ക്രിസ്ത്യൻ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആക്രമിക്കപ്പെടുന്നതും ഈ ഭൂരിപക്ഷമുള്ള ഹൈന്ദവ സമൂഹം തന്നെയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അമ്പലങ്ങൾക്ക് നേരെ മാത്രം ഒരു പള്ളിക്കെതിരെയും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ സ്വത്തും ആരും അളക്കാൻ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അവിടേക്ക് വരുന്ന പൈസ എവിടേക്ക് പോകുന്നു എന്ന് ആരും ചിന്തിച്ച് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഹൈന്ദവർക്കെതിരെ മാത്രം സംഭവിക്കുന്നത്? ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നുള്ളത്. ഇതിൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകിച്ച് ഒരു അജണ്ടയും വെച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അജണ്ടയുണ്ട്, അവർക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ അജണ്ടയും ലക്ഷ്യവും വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ സംഘടിതരാണ്. അവരുടെ ഏതെങ്കിലും ഒരു വിഭാഗമോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഒരു തീരുമാനം എടുത്താൽ അവരുടെ സമൂഹം മുഴുവൻ അവരുടെ പുറകിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഐക്യമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ പലരുടെയും ചിന്ത എല്ലാവരും ചേർന്നാൽ മാത്രമേ ഈ കാര്യമൊക്കെ നടത്താൻ പറ്റൂ എന്നുള്ളൊരു ചിന്തയാണ്. ഹിന്ദുവിന് ഒറ്റയ്ക്ക് ഇതൊന്നും നടത്താൻ പറ്റില്ല എന്ന ഒരു ദൗർബല്യമാണ്. അതിനെ സദ്ഗുണ വൈകൃതം എന്നാണ് വിളിക്കേണ്ടത്. അതൊരു സദ്ഗുണമാണെന്ന് പറയാം, പക്ഷെ അതൊരു വൈകൃതമാണ്. ഈ വൈകൃതാവസ്ഥ ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് കപട മതേതരത്വത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ അതിനങ്ങ് വഴങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ വഴങ്ങിക്കൊടുക്കുമ്പോൾ ആരെങ്കിലും അതിനെതിർത്താൽ അവരാരാവും? അവർ വർഗീയവാദിയാണ്. അവർ സമാധാനത്തിൽ കഴിയുന്ന സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നവരാണ്, അവർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് എന്ന് പറയും. അപ്പോൾ സ്വാഭിമാനികളായി, ഹിന്ദുത്വാഭിമാനികളായി ആചാരങ്ങൾ നിലനിൽക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ മോശക്കാരും. ഇത്തരം വൈകൃതങ്ങൾ കൊണ്ടുവരുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന ആളുകൾ മതേതരന്മാരുമാകുന്ന ഒരു വികൃതമായ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് ഇത് വളരെ കാരണം. നേരത്തെ പറഞ്ഞു മാഷ്, എല്ലാ സമുദായത്തിൽപ്പെട്ടവരുമുണ്ട്.
ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളും ഒത്തുചേരുന്ന ഒരു ഇടമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഏകീകരണമാണത്. പക്ഷെ നമ്മൾ പൊതുവേ പറയാറുണ്ട് വിഭജനം കൂടുതലാണ് ഹൈന്ദവർക്കെതിരെ ഇടയിൽ, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഒന്നിച്ചുകൊണ്ടെത്തുന്ന ഒരു ഉത്സവം ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ സ്ഥലം, അവിടുത്തെ നമ്മൾ കൊട്ടിയൂരിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള വിവേചനം നമുക്ക് കാണാൻ പറ്റില്ല. അത് ആരാണ് ഇപ്പൊ എല്ലാവരും താമസിക്കുന്നത് പർണശാലകളിലാണ്, എല്ലാ പർണശാലകളും ഒരുപോലെയാണ് കാണാൻ. അപ്പൊ അത്തരത്തിൽ വലിയൊരു ഐക്യമാണ് ഈ സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിനെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? നിശ്ചയമായിട്ടും അതുണ്ട്. അത് ഹിന്ദു ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുമയുടെയും ഒരു കേന്ദ്രമാണ് കൊട്ടിയൂർ. അവിടുത്തെ വൈശാഖോത്സവം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ആദ്യമായി നടക്കുന്ന നീരെഴുന്നള്ളത്ത് എന്ന് പറഞ്ഞ ചടങ്ങ്, ആദ്യമായി നടക്കുന്ന ചടങ്ങുകളിൽ ഒന്നാം നീരെഴുന്നള്ളത്ത്. ആ നീരെഴുന്നള്ളത്തിൽ ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് പടിഞ്ഞിട്ട് നമ്പൂതിരിയും നേരത്തെ പറഞ്ഞ അവകാശികളായ 4 തറവാട്ടുകാരും കൂട്ടരും അവർ സമുദായവും അവരൊക്കെ മന്നഞ്ചേരിയിൽ നിന്ന് കൂവയിൽ എടുത്ത് ബാവലിയിൽ നിന്ന് തീർത്ഥമെടുത്ത് അവർ പോകുമ്പോൾ മുമ്പിൽ അവർക്ക് മുന്നോടിയായിട്ട് അവർ ബാവലിയിൽ നിന്ന് തീർത്ഥമെടുത്ത് പോകുന്നത് പുറങ്കലയൻ, ഒറ്റപ്പിലാൻ. ഇതൊക്കെ ആരാണ്? ഈ ഒറ്റപ്പിലാൻ എന്ന് പറയുന്നത് കുറിച്ച സമുദായമാണ്. പുറങ്കാലയൻ എന്ന് പറഞ്ഞത് തീയ സമുദായം. അതുപോലെ അവരുടെ കൂടെ ആചാര്യയുണ്ട്, വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. പിന്നെ കട്ടൻ എന്ന് പറയുന്ന അവരിങ്ങനെ നടന്ന് പോയിട്ട് ആദ്യം ഈ തിരുവഞ്ചിറ ചുറ്റിയിട്ട് 3 പ്രാവശ്യം ചുറ്റിയിട്ട് അവിടെ നീരെഴുന്നള്ളത്ത് നടത്തിയിട്ട് അവിടെ അഭിഷേകം ചെയ്യുന്നത് ആരാണ്? ആദ്യം അഭിഷേകം ചെയ്യുന്നത് ഈ പുറങ്കലയനും അതുപോലെ തന്നെ ഒറ്റപ്പിലാനും. അതിനുശേഷമാണ് അവർ അഭിഷേകം ചെയ്തതിന് ശേഷമാണ് അവിടുത്തെ ജന്മശാന്തിയായിട്ടുള്ള പടിഞ്ഞിട്ട് നമ്പൂരി അഭിഷേകം ചെയ്യുന്നത്. വേറെ എവിടെയെങ്കിലും ഇത് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത് ഒരു ചൊല്ലുണ്ടല്ലോ, നായാടി മുതൽ നമ്പൂതിരി വരെ. ആ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറയുന്ന എല്ലാ വിഭാഗവും ഇതുപോലെ ഒരുമിച്ച് ചേർന്നാണ് ഈ ഉത്സവം നടത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല കുറച്ചും കൂടി ഒരു അവകാശം കൂടുതലായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ തൃക്കലശാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുക. തീർന്നതിന് ശേഷം അന്ന് ഉച്ചയോട് കൂടിയിട്ട് എല്ലാവരും ഇക്കരെ കടക്കണം. പക്ഷേ ഈ ആളുകൾക്ക് അവർക്ക് ഈ നേരത്തെ പറഞ്ഞ ഒറ്റപ്പിലാനും അവർക്ക് ഒരു ദിവസം കൂടെ അവിടെ നിൽക്കാം. മാത്രമല്ല പിന്നീട് അതിൻ്റെ സംരക്ഷണാവകാശം അവർക്കാണ് അതിൻ്റെ ചുമതലയുള്ളത്, ബാക്കി ആർക്കും അവിടെ പ്രവേശനമില്ല. അപ്പോൾ എന്താണ് അർത്ഥം? ഇത്രയും പ്രധാനപ്പെട്ട ഈ തീർത്ഥാടന കേന്ദ്രം, ആ തീർത്ഥാടന കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയും ഉത്തരവാദിത്വമൊക്കെ പൗരാണിക കാലം മുതൽ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് സാമൂഹ്യമായി പിന്നാക്കമെന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണെന്നുള്ളത് വളരെ ഭാവാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സാമൂഹ്യ സമരസതയുടെ വളരെ മികച്ച ഒരു മാതൃകയാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവിടെ അവകാശമുണ്ട്. ഇപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ തിരുവഞ്ചിറക്ക് ചുറ്റുമുള്ള കയ്യാലകൾ എന്നാണ് പറയാം. 64ഓളം കയ്യാലകളുണ്ട്. ആ കയ്യാലകളിൽ ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്തരായിട്ടുള്ള വിഭാഗങ്ങളാണ് ഇങ്ങനെ താമസിക്കുന്നത്. അതായത് കയ്യാലകൾ ഒരു ഓലയുടെ അപ്പുറത്ത് താമസിക്കുന്നത്, ഇപ്പുറത്ത് താമസിക്കുന്നത് ഒരു പുലയ വിഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നായരാണെങ്കിൽ അപ്പുറത്ത് നമ്പൂതിരിയായിരിക്കും, അല്ലെങ്കിൽ വാര്യരായിരിക്കും. അങ്ങനെ എല്ലാവരുമാണ്. ഇവർക്കെല്ലാമുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു സ്ഥലത്താണ്. അത് പ്രസാദമായി അവിടെ നിന്ന് സ്വീകരിച്ച് ഓരോ കയ്യാലയിലും കൊണ്ടുവന്ന് അവർ ഈ പ്രസാദം കഴിക്കുമ്പോൾ അവിടെ വരുന്ന ഭക്തന്മാർ, എവിടെ നിന്ന് വരുന്ന ഏത് ഭക്തന്മാരാണെങ്കിലും ഈ കയ്യാലയിൽ കയറിയാൽ അവർക്ക് ഭക്ഷണമുണ്ട്. അവരെല്ലാം ഇരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കും. അവരിപ്പോൾ കർണാടകക്കാർ വരുന്നു, അവരും എല്ലാവരും ഏത് പ്രദേശത്ത് വരുന്ന ആളുകളാണെങ്കിലും ഈ കയ്യാലയിൽ മുഴുവൻ അവർക്ക് ഭക്ഷണമുണ്ട്. ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നു 27-28ഓളം ദിവസം. ഒരുമിച്ച് ഈ സമുദായത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവർ ഒരുമിച്ച് ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെ താമസിക്കും, എന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം തയ്യാറാക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലം ഈ ഏകാത്മതയുടെ ഭാവമുണർത്തുന്ന ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ ഭക്തജന സമൂഹമെല്ലാം ഒരുമിച്ച് താമസിച്ച് ഒരു സ്ഥലത്ത് താമസിച്ച് ഇങ്ങനെ ഒരു ഉത്സവം നടത്തുന്ന മറ്റെവിടെയില്ല. അപ്പം ഇതൊരു ഹിന്ദു ഏകതയുടെ ഒരു കേന്ദ്രമാണ് എന്നുള്ള വളരെ ഭാവാത്മകമായൊരു കേന്ദ്രമാണ്. അത് തകർക്കാനുള്ള ഒരു നീക്കവും കൂടി ഇതിന് പുറകിലുണ്ടെന്ന് സംശയിക്കും. നമുക്കറിയാം, ഇപ്പോൾ കൊട്ടിയൂരിൻ്റെ ആചാരങ്ങൾ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് നിഗൂഢമാണ് ആചാരങ്ങൾ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ അത്തരത്തിലുള്ള ആചാരങ്ങളുള്ള മറ്റ് ക്ഷേത്രങ്ങൾ നമുക്ക് കേരളത്തിൽ പുറത്തു കാണാൻ സാധിക്കില്ല. അത്രത്തോളം ഒരു തനിമയുണ്ട് ആചാരങ്ങൾക്കെല്ലാം. പക്ഷേ ഭാവിയിൽ ഇതെല്ലാം തകർത്ത് കളയും എന്നുള്ളൊരു പേടിയുണ്ടോ? അല്ല, അത് പേടിയൊന്നുമില്ല.
കാരണം ഇത് പഴയകാലമല്ലല്ലോ. ഹിന്ദുവിനെ ഇതുപോലെ കബളിപ്പിക്കാനും ഹിന്ദുവിനെ ഭീഷണിപ്പെടുത്താനും ഹിന്ദുവിനെ പ്രലോഭിപ്പിക്കാനും അതുവഴി ഇതൊക്കെ തകർക്കാനുള്ള ഒരു കാലം അത് കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, തകർത്ത ഒരു കാലം ഉണ്ടായിരുന്നു, നശിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്, അത് ദേവസ്വം ബോർഡാണ് സംരക്ഷിക്കേണ്ടത്. പക്ഷേ ദേവസ്വം ബോർഡ് സംരക്ഷിച്ചോളും എന്ന് വെച്ച് കയ്യും കെട്ടി നിൽക്കുന്ന ഒരു ഹിന്ദു സമൂഹമല്ല ഇന്നത്തെ സമൂഹം. ദേവസ്വം ബോർഡ് സംരക്ഷിച്ചാലും സംരക്ഷിച്ചില്ലെങ്കിലും ഇവിടെ ഹിന്ദു സമൂഹം ജാഗ്രതയോടുകൂടിയാണ്. കൊട്ടിയൂർ ക്ഷേത്രത്തിനെതിരെ, കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ തകർക്കാൻ, ആ വിശ്വാസത്തെ തകർക്കാൻ അവകാശവാദവുമായി ആര് വന്നാലും വരുന്ന ആളുകളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള സംഘടിത ശക്തിയും കൈക്കരുത്തും ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനുണ്ട്. അതുകൊണ്ടൊരു പേടിയൊന്നുമില്ല. ഇപ്പോൾ അവർ വന്ന് ഇപ്പോൾ അടുത്ത വർഷം ഏതായാലും ഹിന്ദു സമൂഹം ജാഗ്രത ആയിരിക്കും. നേരിടുന്ന അടുത്ത ദിവസമായാലും ഏത് ദിവസമായാലും അവർ വന്നാൽ എങ്ങനെ നേരിടണമെന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾക്കറിയാം. വരുന്നവർ നല്ലവണ്ണം ആലോചിച്ചിട്ട് വന്നാൽ മതി എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇവിടെ ആളുകളുണ്ടാവും. അത് ഒരു കാര്യത്തിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല, അത് അനുവദിക്കുന്ന പ്രശ്നമില്ല, അത് എന്ത് വില കൊടുത്തും തടയും, അക്കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം എന്താണ്, ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? അത് വളരെ പ്രധാനമല്ലേ? ഇത്രയും ശാന്തമായി ഇത്രയും ഏകത്വത്തോട് നടക്കുന്ന ഒരു കാര്യം അതെന്തിനാണ് ഒരു വിവാദത്തിലേക്ക് വലിച്ചിടുന്നത്? എന്തിനാണ് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരാണ് പ്രശ്നക്കാരാവുക? ഹിന്ദുക്കളാണ് പ്രശ്നക്കാരാവുക. ഹിന്ദുക്കൾ ഒരു കല്ലവിടെ ഇട്ടാൽ എന്താ, ഒരു മതസൗഹാർദ്ദം നടന്നാൽ എന്താ, നല്ലതല്ലേ? അപ്പോൾ ആരാ കുറ്റക്കാരാവുന്നത്? ഹിന്ദുക്കളാണ് കുറ്റക്കാരാവുന്നത്. നാളെ മുതൽ ഹിന്ദുക്കൾ വർഗീയവാദികളായി മാറുകയാണ്. ഇതാണ് ഉദ്ദേശം. ഹിന്ദുക്കളുടെ ഒരുമയുടെ കേന്ദ്രമായ ഈ മഹാക്ഷേത്ര സന്നിധിയെ കാലുഷ്യത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ഒരു ദുരുദ്ദേശം ഇതിന് പുറകിലില്ലേ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? ഇപ്പൊ നമുക്ക് കൊട്ടിയൂരിൽ ഇങ്ങനെ ഒരുപാട് ആചാരങ്ങൾ ഇപ്പൊ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ സിനിമയിൽ കല്ലൊരയ്ക്കുന്ന ഒരു ആചാരം, ഞാൻ ഒരുപാട് പേരോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ആചാരം ഇല്ലാത്തതായിട്ട് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് അങ്ങനെ ആചാരമുണ്ട്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഹൈന്ദവ ആചാരങ്ങൾ നമുക്ക് ഏകീകരിക്കാൻ സാധിക്കില്ല. കാരണം ഓരോ ദേവതയ്ക്കനുസരിച്ചിട്ട് ഓരോ പ്രകൃതിക്കനുസരിച്ചിട്ട്. കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമാണ്. അവിടെ ആചാരം, അതുപോലെ തന്നെ ചിട്ട, ക്ഷേത്രത്തിലെ ചടങ്ങുകൾ അത് കൃത്യമാണ്. ബാക്കി പിന്നെ ഓരോ ആളുകൾ ഭക്തന്മാർ അവർ വരുമ്പോൾ ഇപ്പോൾ അവിടെ ചില സ്ഥലത്ത് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ എടുത്തു വെക്കുന്നു, എടുത്തു വെച്ചിട്ട് ഒരു ഗോപുരം പോലെയൊക്കെ ആക്കുന്നത്. അതൊക്കെ ഒരു നിഷ്കളങ്കമായ ഭക്തിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെയും ഇതിനെയൊന്നും കൂട്ടിക്കെട്ടാൻ നമുക്ക് ഒരു തരത്തിലും പറ്റില്ല. അതുപോലെയല്ല ഈ ബാവലിക്കെട്ടിൻ്റെ പേരിലുള്ള അവകാശവാദം. മറ്റത് ഇതുപോലെ ഒരു കൂറി തൊടുന്നു അല്ലെങ്കിൽ അതുപോലുള്ള കാര്യം, അതൊക്കെ ഓരോരുടെ വൈയക്തികമായ വിശ്വാസ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ആ നിഷ്കളങ്കവും നിഷ്കപടവുമായ ഭക്തിയെയും അല്ലെങ്കിൽ ആചാരങ്ങളെയും അല്ലെങ്കിൽ ആചാരങ്ങളുടെ എന്ന പേരിൽ ചെയ്യുന്ന കാര്യങ്ങളെയും ഈ ഒരു ബാവലിക്കെട്ട് എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യവുമായി ബന്ധപ്പെടുത്താൻ സാധ്യമല്ല. ഇത് തീർത്തും വർഗീയമായ ഉദ്ദേശത്തോടു കൂടി ഈ ആചാരങ്ങളെ തകർക്കുക എന്ന ദുശാഠ്യത്തോടുകൂടി കൊട്ടിയൂരിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ശബരിമല എന്ന് പറയുമ്പോൾ പണ്ട് നമ്മളിപ്പോൾ ശബരിമലയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക അയ്യപ്പനാണ് അല്ലെങ്കിൽ പൂങ്കാവനമാണ്. പക്ഷെ ഇന്ന് ശബരിമല എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ വ്യക്തിയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വിവാദങ്ങളാണ്. ആ ഒരു രീതിയിലേക്ക് ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണെങ്കിലും അതിനെ വലുതാക്കി കാണിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് ശബരിമലയിൽ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടെത്തിക്കാൻ ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ ഇതൊന്നും ബാധിക്കില്ല. അത് നിങ്ങളെന്ത് വിവാദം ഉണ്ടാക്കിയാലും കട്ടാലും എന്ത് ചെയ്താലും അതൊക്കെ ഭഗവാൻ നോക്കിക്കോളും. നോക്കിയല്ലോ, ഭഗവാൻ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രവിശ്വാസമോ അയ്യപ്പനിലുള്ള വിശ്വാസമോ പൂങ്കാവനത്തിലുള്ള വിശ്വാസമോ അതിലൊന്നും ഒരു കുറവും തരുമ്പും കുറവ് വരുന്നില്ല. ഓരോ വർഷം കൂടുന്തോറും വിശ്വാസികളുടെയും ഭക്തന്മാരുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ലല്ലോ. എന്ത് വിവാദം ഉണ്ടായിട്ടും ശബരിമലയിലേക്ക് വരുന്ന ഭക്തന്മാരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. കൊട്ടിയൂരിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. കൊട്ടിയൂർ ഇതുവരെ ഒരു വിവാദം ഉണ്ടാക്കാനും തകർക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അടുത്ത വർഷം കൂടി നോക്കിക്കോളൂ. അടുത്ത വർഷം മുതൽ ഈ കൊട്ടിയൂർ ഇപ്പം തന്നെ ആളുകൾക്ക് അവർ 8 മണിക്കൂർ 9 മണിക്കൂർ 10 മണിക്കൂറൊക്കെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. പരിമിതമായ സ്ഥലമേ ഉള്ളൂ. അതും വളരെ ചിട്ടയോടുകൂടി നടക്കേണ്ടതാണ്. ഇതൊരു പ്രത്യേക ദേവസ്ഥാനമാണ്, യാഗഭൂമിയാണ്, വളരെ ശാന്തമായി നടക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതൊന്നും കൊട്ടിയൂരിൻ്റെ പ്രശസ്തിയുടെ ആത്മീയതയുടെ യശോധാവളത്തെ ഒരു തരത്തിൽ ഇത് ബാധിക്കാൻ പോകുന്നില്ല. കൊട്ടിയൂരിൻ്റെ കീർത്തി
ലോകം മുഴുവനും എത്തിച്ചേർന്നു. ആ വൈശാഖോത്സവം എന്ന് പറയുന്നത് അവിടെ ഒന്ന് വരണം, ഒന്ന് ആ പവിത്ര ഭൂമിയിൽ സ്പർശിക്കണം, ഈ മഹോത്സവത്തിൽ പങ്കാളിയാകണം എന്ന് കാത്തു കൊതിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇപ്പോൾ ലോകം മുഴുവനുണ്ട്. അവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവിടുത്തെ അഭിമാനികളായ ഹിന്ദുക്കൾക്ക് നന്നായി അറിയാം. ഇപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം മഹാമാഘ മഹോത്സവം നടന്നു, അവിടേക്ക് ഒഴുകിയെത്തിയ ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത്തവണ കൊട്ടിയൂരിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളെല്ലാം ഉപരി വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സനാതനധർമ്മ ബോധം ഉണരുകയാണ് എന്ന് തോന്നുന്നുണ്ട്. നിശ്ചയമായിട്ടും എവിടെയും അങ്ങനെ തന്നെയാണ്. ഹിന്ദുവിനെ തകർക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച്, സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച്, സനാതനം എന്ന പദത്തിൻ്റെ അർത്ഥം എല്ലാ കാലവും നിലനിൽക്കുന്നതെന്നാണ്, നശിപ്പിക്കാൻ സാധിക്കാത്തതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. വർദ്ധിത വീര്യത്തോടുകൂടി നമ്മുടെ ഹിന്ദു സമൂഹം സനാതനധർമ്മം ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. ഇതിനെ നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ ആളുകൾ തറന്നുകൊണ്ടിരിക്കുകയാണ്. സനാതനധർമ്മം വൈറസാണ്, സനാതനധർമ്മം പകർച്ചവ്യാധിയാണ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ കൂട്ടരിപ്പ് ഇവിടെയുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ആളുൾപ്പെടെ തോറ്റു തുന്നുംപടി. സനാതനധർമ്മത്തെ പരിപൂർണമായി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയ ബംഗാളിലെ ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അപ്പുറത്താണെങ്കിൽ ഒന്ന് ഇപ്പുറത്താണ്. ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ്. കാശ്മീരിൽ എന്താണ് അവസ്ഥ? അതുകൊണ്ട് സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളെല്ലാം സ്വയം ഇല്ലാതാവുകയാണ്. സനാതനധർമ്മം കത്തിക്കാളുകയാണ്. അത് കൂടുതൽ ഉയർച്ചയിലേക്ക് പോവുകയാണ്. അതിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെയും കുടഞ്ഞെറിഞ്ഞുകൊണ്ട് കൂടുതൽ പരിശുദ്ധിയോടുകൂടി, കൂടുതൽ ആത്മീയതയോടുകൂടി, കൂടുതൽ മികച്ച രീതിയിൽ ഈ ധർമ്മം മുന്നോട്ട് പോവുക തന്നെയും എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്തോറും ബോധ്യപ്പെട്ടു വരികയാണ്. ഇപ്പോൾ ധർമ്മസ്ഥല എന്തായിരുന്നു കാർമേഘം? ആ ധർമ്മസ്ഥല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയിട്ട് അവിടെ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. എത്ര പച്ച നുണകളാണ് പറഞ്ഞത്, എത്ര ചാനലുകൾ. വിദേശ രാജ്യത്ത് അൽ ജസീറ പോലും വന്നില്ലേ അവിടെ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചാനലുകൾ പറന്നു വന്നില്ലേ. ആയിരക്കണക്കിന് വാർത്താ മാധ്യമങ്ങൾ വന്നില്ലേ. 5000-ഓളം മൃതശരീരം കുഴിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. എന്തൊക്കെ പ്രചരണങ്ങൾ നടന്നു. ഇപ്പം എന്തായി? ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും എന്താ വരുന്ന വാർത്ത? ഇപ്പോൾ ഏറ്റവും അവസാനം അന്ന് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആൾ പറയുന്നത്, എന്നെ പ്രേരിപ്പിച്ച ആളുകൾ, എന്നെ ഇതിന് ലക്ഷക്കണക്കിന് രൂപ തന്നിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ അവരാരൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ചില പേരുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന, കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുകയാണ്. പറഞ്ഞവർക്ക് തന്നെ തിരുത്തി പറയേണ്ടി വന്നിരിക്കുകയാണ്. അവർക്ക് തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ധർമ്മസ്ഥല എന്ന് ആ പേര് തന്നെ സൂചിപ്പിക്കുന്ന പോലെ അത് ധർമ്മത്തിൻ്റെ ഭൂമിയാണ്. അതുകൊണ്ട് അതിനെയൊന്നും തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു ശ്രമം. എന്തായാലും നമ്മുടെ നാട്ടിലെ കപട മതേതരക്കാരുടെയൊക്കെ ആവേശം എന്തായിരുന്നു? ഇവിടുത്തെ ചില നന്മവരങ്ങളൊക്കെ കുതിച്ചില്ലേ അങ്ങോട്ടേക്ക്. ഇവിടുത്തെ ചാനലുകളൊക്കെ എത്ര ദിവസമാണ് അവിടെ കെട്ടിയിരുന്നത്? തിരിച്ചടിയേറ്റില്ലേ? ഇവിടെ പോയി ഇപ്പം ധർമ്മസ്ഥലം. ഇങ്ങനെ ഹൈന്ദവ ആത്മീയ കേന്ദ്രങ്ങളെ ആകെ വിവാദ കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെല്ലാം തിരിച്ചടിയേറ്റുകൊണ്ടിരിക്കുകയാണ്. സനാതനധർമ്മത്തെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. സനാതനധർമ്മം വിജയിച്ച് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും സമയം നമുക്കൊപ്പം പങ്കുവെച്ചു. നമസ്കാരം.